അങ്ങനെ ഈ മാർച്ച് മാസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആപ്പിളിൻ്റെ പുതിയ കുറച്ച് പ്രോഡക്റ്റ് അനൗൺസ്മെൻറ്റുമായിട്ടാണ്. ലാസ്റ്റ് വീക്ക് നമ്മൾ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് തന്നെ നിരവധി കാര്യങ്ങളാണ് മിസ്സായത്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും തന്നെ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ലാസ്റ്റ് വീക്ക് ടിം കുക്ക് അനൗൺസ് ചെയ്തിരുന്നു തിങ്കൾ മുതൽ ബുധനാഴ്ച വരെ ഈ ഒരു ടൈം ഫ്രെയിമിൽ ആപ്പിളിൻ്റെ കുറച്ച് പുതിയ പ്രോഡക്റ്റുകൾ അനൗൺസ് ചെയ്യും എന്നുള്ള കാര്യം. അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിലാണ് ഇന്നലെ ആപ്പിളിൻ്റെ 2 പ്രോഡക്റ്റുകൾ അനൗൺസ് ചെയ്തേക്കുന്നത്. ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായിട്ടുള്ള iPhone 17e, അതോടൊപ്പം തന്നെ M4 ലൈനപ്പിലേക്ക് വന്നിരിക്കുന്ന iPad Air 11 ഇഞ്ച് ആൻഡ് 13 ഇഞ്ച്. സോ പ്രീവിയസ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്ത് അഡ്വാൻറ്റേജസ് ആണ് ഇപ്പം ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്ന 17e-ലും അതോടൊപ്പം iPad Airലും. 17e-യുടെ ഇന്ത്യയിലെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 64,000 ആണ്, 64,000 രൂപ. ആ പ്രൈസിന് ഈസ് ഇറ്റ് വർത്ത് ബൈങ്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. സോ ആദ്യം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി iPhone 17e-യിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ കളേഴ്സിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുണ്ട്. പ്ലസ് ഒരു അഡീഷനായിട്ട് ഈ പ്രാവശ്യം ഒരു പിങ്ക് കളർ, അതായത് iPhone 15-ൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള അതേ സെയിം പിങ്ക് കളർ ഈ പ്രാവശ്യം 17e-ലും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ 3 കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസൈൻ യാതൊരു ചേഞ്ചും ഇല്ല. 16e എന്താണോ എക്സാക്ട് സെയിം. 2 ക്യാമറ ലിറ്ററലി നോ ചേഞ്ച്. ഫ്രണ്ടിൽ 12 മെഗാ പിക്സലിൻ്റെ 1.9 ആപ്പർച്ചറുള്ള ഒരു ഫ്രണ്ട് ഫേസിങ് സെൽഫി ക്യാമറ, ബാക്കിൽ സെയിം 48 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, അൾട്രാ വൈഡ് അല്ല വൈഡ് ആംഗിൾ ക്യാമറ. ആകെ ഒരു മാറ്റം ഇതിൽ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ A19 പ്രോസസ്സർ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നെക്സ്റ്റ് ജനറേഷൻ പോർട്രേറ്റ് അല്ലെങ്കിൽ ഫോക്കസ് മോഡ് വിത്ത് ട്രൂ ഡെപ്ത് കൺട്രോൾ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ക്യാമറയിൽ കൊടുത്തിരിക്കുന്ന ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതൊഴിച്ച് നിർത്തിയാൽ വേറെ യാതൊരു ഡിഫറൻസും നിങ്ങൾക്ക് 16e-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കത്തില്ല. യൂഷ്വലി നമുക്കുള്ള പോലെ തന്നെ 24 മെഗാ പിക്സലും 48 മെഗാ പിക്സലും നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ആൻഡ് 2x ഡിജിറ്റൽ ക്രോപ്പിങ്ങും അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ നമുക്ക് 2x ഡിജിറ്റൽ ക്രോപ്പിംഗ് ആയിരിക്കും വരുന്നത്. ആ ഒരു സെൻസർ സൂം ആവും. 3 ഇതിൻ്റെ ഇൻറ്റേർണൽസ്. എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ട് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എടുത്ത് കാണിക്കാം. ഇൻറ്റേർണലി ഇതിനെ പവർ ചെയ്യുന്നത് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് A19 ചിപ്പാണ്. എക്സാക്ട് സെയിം iPhone 17-ൽ വന്നിരിക്കുന്ന അതേ ചിപ്പ് തന്നെ. A19 ചിപ്പ് വിത്ത് 6 കോർ CPU, 4 കോർ GPU ആൻഡ് 16 കോർ ന്യൂറൽ എഞ്ചിൻ. ആൻഡ് ഇതിന് റിയൽ ടൈം റേ ട്രേസിങ്ങിനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റി എല്ലാം ഉണ്ട്. സോ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ ചിന്തിക്കാനില്ല. സോ പെർഫോമൻസ് ഗെയിമിംഗ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ നമ്മുടെ ബാറ്ററി എഫിഷ്യൻസിയുടെ കാര്യത്തിലും ഇതൊരു പുലി തന്നെയാണ്. കാരണം ഇതിൻ്റെ നെറ്റ്വർക്ക് മോഡം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഇൻഹൗസ് ആയിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന C1X എന്ന് പറയുന്ന മോഡമാണ്. ഈ ഒരു A19 പ്ലസ് C1Xൻ്റെ കോംബോ എന്ന് പറയുന്നത് ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഡിവൈസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് സർപ്രൈസിംഗ്ലി ഇതിൻ്റെ സ്റ്റോറേജ് iPhone 17-ൽ നമ്മൾ കണ്ട പോലെ തന്നെ ഇതിൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 256-ലാണ്. സോ 256 GB ആണ് ഇതിൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ടിംഗ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് മോർ ദാൻ എനഫ്. കാരണം 16e-ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് 128 GB-ലായിരുന്നു. പിന്നെ 4 കഴിഞ്ഞ പ്രാവശ്യം ഒരാവശ്യമില്ലാത്ത കാര്യമായിരുന്നു. ഈ 16e-ൽ മാക്സേഫ് റിംഗ് ഇല്ല. അതുകൊണ്ട് മാക്സേഫ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ആക്സസറീസോ ഡിവൈസിലോ നമുക്ക് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഇത്തവണ iPhone 17e-ൽ ആപ്പിൾ മാക്സേഫ് കൊടുത്തിട്ടുണ്ട്. അപ് ടു 15 വാട്ട്സിൻ്റെ Qi2 വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആണ് നമ്മുടെ iPhone 17e-ൽ. 5 ഇതിൻ്റെ ഡിസ്പ്ലേ. iPhone 17 ലൈനപ്പിലെ എൻറ്റയർ ഡിവൈസിലും വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് സെറാമിക് ഷീൽഡ് 2 എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ഈ ഒരു പാനലിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതുവരെ iPhone 17 Proയിൽ എൻ്റെ 17 Proയിൽ ഞാനൊരു സ്ക്രീൻ പ്രൊട്ടക്ടർ പോലും ഇതുവരെ ഒട്ടിച്ചിട്ടില്ല. കാരണം നല്ല രീതിയിലൊരു ഡ്യൂറബിലിറ്റി ഈ ഒരു സെറാമിക് ഷീൽഡ് 2 തരുന്നുണ്ട്. കാരണം ഞാൻ പലതവണ അറിയാതെ പോക്കറ്റിൽ താക്കോലോ അല്ലെങ്കിൽ ചില്ലറൊക്കെ ഇരിക്കുമ്പം ഈ ഫോൺ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എന്തോ ഒരു ഭാഗ്യത്തിന് ഡിസ്പ്ലേ ഇതുവരെ സ്ക്രാച്ച് ആയിട്ടില്ല. സോ അതേ സെറാമിക് ഷീൽഡ് 2 ആണ് iPhone 17e-ലും ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. സോ സ്ക്രാച്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് 16e-ൽ ഉണ്ടായിരുന്ന അതേ സെയിം ബാറ്ററി കപ്പാസിറ്റിയാണ് 17e-ലും കൊടുത്തിരിക്കുന്നത്. പ്ലസ് C1X എന്ന് പറയുന്ന മോഡൽ ഉള്ളതുകൊണ്ട് തന്നെ 16e-ൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് iPhone 17e-ൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് സെയിം ടൈപ്പ് സി ആൻഡ് സ്പീക്കേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ആയാലും എല്ലാം സെയിം തന്നെ, യാതൊരു വ്യത്യാസമില്ല. ഈ പറഞ്ഞത് iPhone 17e-യുടെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ നെഗറ്റീവ്സ്. കാരണം കറണ്ട് iPhone 17 ലൈനപ്പിൽ മോഡൽസിലെല്ലാം കൊടുത്തിരിക്കുന്നതും iPhone 17e-ൽ കൊടുക്കാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് UW ചിപ്പ്, അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് എന്ന് പറയുന്ന സംഗതിയെ ഈ ഒരു ഡിവൈസിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രിസിഷൻ ഫൈൻഡിങ്, എയർ ടാഗ് അല്ലെങ്കിൽ മറ്റുള്ള ഡിവൈസുകളൊക്കെ പ്രോക്സിമിറ്റി പോകുമ്പോൾ ഉള്ള ആ ഒരു പ്രിസിഷൻ ഫൈൻഡിങ് എന്ന് പറഞ്ഞ കാര്യം നമുക്കിതിൽ വർക്കാവത്തില്ല.
ആപ്പിളിന് സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അത് കൊടുത്തിട്ടില്ല. 2 ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ. ലേറ്റസ്റ്റ് ജനറേഷൻ മോഡൽസിലെല്ലാം വൈഫൈ 7 ഉണ്ട്, അല്ലെങ്കിൽ 6E എങ്കിലും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബ്ലൂടൂത്ത് 6 കൊടുത്തിട്ടില്ല. വൈഫൈയുടെ കാര്യം പറയുവാണെങ്കിൽ വൈഫൈ 7 6E കൊടുത്തിട്ടില്ല. ഓൾഡർ ജനറേഷൻ അല്ലെങ്കിൽ 14, 13 ഡിവൈസിലെല്ലാം വന്ന പോലത്തെ ആ ഒരു സീരീസ് ഓഫ് വൈഫൈ ടെക്നോളജിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 3 A19 ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ ഇമേജ് പ്രോസസ്സിംഗ് പൈപ്പ് ലൈൻ ആണെങ്കിലും ഒക്കെ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിൽ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ Gen 2 ഓപ്ഷനോ ഫീച്ചറോ കൊടുത്തിട്ടില്ല. 5 ഇത്രയും ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നു. ആപ്പിൾ ഇതിൽ ക്യാമറ കൺട്രോൾ എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടില്ല. ആൻഡ് 6 ഫ്രണ്ടിൽ ഇപ്പോഴും ഡൈനാമിക് ഐലൻഡ് കൊണ്ടുവന്നിട്ടില്ല. കാരണം കറണ്ട് ലൈനപ്പിലുള്ള എല്ലാ ഡിവൈസിലും ഡൈനാമിക് ഐലൻഡ് ഉണ്ട്. പ്ലസ് നമുക്ക് പുതിയ 18 മെഗാ പിക്സലിൻ്റെ സെൻറ്റർ സ്റ്റേജ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുക്കാമായിരുന്നു. സ്റ്റിൽ അതും കൊടുത്തിട്ടില്ല. സ്റ്റിൽ ഒരു നോച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ 64,000 64,000 രൂപ എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ആകെ കിട്ടുന്ന 3 അഡ്വാൻറ്റേജസ് ആണ്. 1 A19 ചിപ്പ് വന്നു, C1X മോഡം വന്നു, 3 256 GB സ്റ്റാർട്ടിംഗ് സ്റ്റോറേജ് അല്ലെങ്കിൽ ബേസ് സ്റ്റോറേജ് ഉണ്ട്, ആൻഡ് 4 മാക്സ് സേഫും കൂടെ വന്നു. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ആകെ ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് കമ്പയറിംഗ് ടു iPhone 16e ആയിട്ട്. സോ 64,000 ഇന്ത്യൻ റുപ്പീസിന് ഇത് ജസ്റ്റിഫൈ ചെയ്യാവോ അല്ലെങ്കിൽ വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇറ്റ്സ് നോട്ട് വർത്ത് ബൈങ്. കാരണം അറ്റ്ലീസ്റ്റ് ആപ്പിളിന് ഫ്രണ്ടിലെ ഡൈനാമിക് ഐലൻഡും പുതിയ സെൻറ്റർ സ്റ്റേജ് സെൽഫിയും പ്ലസ് ഈവൻ ദോ സിംഗിൾ ക്യാമറ ആയിക്കോട്ടെ അതിൽ പുതിയ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ 2ഉം സിനിമാറ്റിക് മോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാമായിരുന്നു. പക്ഷേ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് 64,000 റുപ്പീസിന് ഐ ഡോണ്ട് തിങ്ക് സോ. പേഴ്സണലി ഇറ്റ്സ് നോട്ട് വർത്ത് ബൈങ്. സോ ഇതേ സെയിം പ്രൈസ് റേഞ്ചിൽ നമുക്ക് യൂസ്ഡ് മാർക്കറ്റിലാണെങ്കിലും ബ്രാൻഡ് ന്യൂ മാർക്കറ്റിലാണെങ്കിലും നിരവധി ഐഫോണുകൾ അവൈലബിൾ ആണ്. പുതിയതാണെങ്കിൽ 15 നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പം യൂസ്ഡ് മാർക്കറ്റിലാണെങ്കിൽ 15 Pro മുതലുള്ള സീരീസ് എല്ലാം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സുലഭമായിട്ട് അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി ഐ റെക്കമെൻഡ് ഗോയിങ് ഫോർ ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വൺ. ഇനി നമ്മുടെ സെക്കൻഡ് കണ്ടസ്റ്റൻറ്റ് ദ M4 iPad Air. സോ iPad Air എന്ന് പറയുന്ന മോഡൽ ഇറ്റ് സിറ്റ്സ് ഇൻ ദ മിഡിൽ. ലൈക്ക് നോർമൽ iPad ഉണ്ട്, പിന്നെ പ്രോ iPad ഉണ്ട്. പക്ഷേ നിരവധി ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് iPad Air. പ്രൈസിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ഡിഫറൻസും ഇല്ല. 64,900 ആണ് വൈഫൈ മോഡൽ, 79,900 ആണ് സെല്ലുലാർ മോഡൽ. ഇനി ഇപ്പോൾ 13 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ 84,900 ആണ് വൈഫൈ, ആൻഡ് 99 1 ലാഖിന് 100 രൂപയുടെ കുറവേ ഉള്ളൂ സെല്ലുലാർ മോഡലിന്. ആൻഡ് രണ്ടും LCD പാനലിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ 11 ഇഞ്ചിൽ 500 nits ആണ് അതിൻ്റെ ഒപ്റ്റിമൽ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ 13 ഇഞ്ചിൽ 600 nits ആണ് അതിൻ്റെ ടോപ്പ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. ഇനി എയറിൻ്റെ ലുക്കിലും ഡിസൈനിലും യാതൊരു ഡിഫറൻസും ഇല്ല. ജസ്റ്റ് ലൈക്ക് iPhone 16e ആൻഡ് 17e, സീറോ ഡിഫറൻസ്. സോ ഇതിനെ പവർ ചെയ്യുന്നത് ആസ് എക്സ്പെക്റ്റഡ് കഴിഞ്ഞ വർഷം M3 ആയിരുന്നു, അതിൽ നിന്നുള്ള സക്സസർ M4. സോ ലാസ്റ്റ് ഇയർ ആണ് M4 റിലീസ് ചെയ്തത്. സോ ഇതിൽ M4ൻ്റെ 8 കോർ CPU ആൻഡ് 9 കോർ GPU വരുന്ന ഒരു മോഡലാണ്. എലോങ് വിത്ത് ദാറ്റ് 12 GB റാം സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ M4 വിത്ത് 12 GB റാം. ഈ 12 GB റാം സ്പെസിഫിക്കലി കൊടുത്തതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ട്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആപ്പിളിൻ്റെ പ്രോ ആപ്ലിക്കേഷൻസ്. ലാസ്റ്റ് മന്താണ് ആപ്പിളിൻ്റെ സ്റ്റുഡിയോ എന്ന് പറയുന്ന പ്രോ ആപ്ലിക്കേഷൻ, അതിൽ ഫൈനൽ കട്ട് പ്രോ, ലോജിക് പ്രോ, ഇങ്ങനെയുള്ള പ്രോ ആപ്ലിക്കേഷൻസ്, ഓഡിയോ മിക്സിംഗ് ആയിക്കോട്ടെ, വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം ചെയ്യണമെങ്കിൽ മിനിമം 12 GB ഒരു കേപ്പബിലിറ്റി ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പെർഫോമൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 12 GB റാം അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ്, ഓൺ ഡിവൈസിൽ പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് നമുക്ക് താമസിക്കാതെ ലഭിച്ചു തുടങ്ങും. സോ അതെല്ലാം പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 12 GB റാം വേണം. സോ ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു 12 GB റാം സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വരുമ്പം യാതൊരു ഡിഫറൻസും ഇല്ല. എക്സാക്ട് സെയിം 12 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ഫേസിങ് ആൻഡ് ബാക്ക് ഫേസിങ് ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഐഫോണിൽ നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്ന പോലെ അത്ര വലിയ കാര്യമായിട്ട് iPadൽ ആരും ഫോട്ടോയും വീഡിയോ എടുക്കാറില്ല. അത് ആണ് ഒന്നാമത്തെ റീസൺ. ഈ വലിയ അപ്ഗ്രേഡോ അല്ലെങ്കിൽ 48 മെഗാ പിക്സൽ സെൻസറോ ഒന്നും കൊടുക്കാത്തതിൻ്റെ പുറകിലുള്ള റീസൺ എന്ന് പറയുന്നത്. 3 USB 3.0 ആണ് ഇതിന് പവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 10 GB/s ആണ് ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ്. എലോങ് വിത്ത് ദാറ്റ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും iPad Airൽ കൊടുത്തിട്ടുണ്ട്. 4 നെറ്റ്വർക്ക്. ആപ്പിൾ ഇൻ ഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന C1X മോഡം, അതോടൊപ്പം തന്നെ N1 എന്ന് പറയുന്ന വയർലെസ് നെറ്റ്വർക്ക് മോഡവും ആപ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് NFC, ഹോം കിറ്റ്, മാറ്റർ ഇതുപോലുള്ള വയർലെസ് നെറ്റ്വർക്ക് ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ വർക്ക് ചെയ്യും. അതോടൊപ്പം ബ്ലൂടൂത്ത് 6ഉം വൈഫൈ 7 സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. C1X എന്ന് പറയുന്ന ആപ്പിളിൻ്റെ മോഡം യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ എഫിഷ്യൻസി, ബാറ്ററി എഫിഷ്യൻസി അല്ലെങ്കിൽ പവർ എഫിഷ്യൻസിയുടെ കാര്യത്തിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഫൈനലി ഈ ഒരു iPad Air എന്ന് പറയുന്നത് നമുക്ക് അപ് ടു 6K
റെസൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ മോണിറ്ററിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. സോ 6K മോണിറ്റർ, എക്സ്റ്റേണൽ മോണിറ്റർ സപ്പോർട്ട് ചെയ്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എലോങ് വിത്ത് ദാറ്റ് 3 ബേസിക് കാര്യങ്ങൾ. ഒന്ന് ആപ്പിൾ പെൻസിൽ പ്രോ സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. USB Type-C ആപ്പിൾ പെൻസിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ മാജിക് കീബോർഡ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ നമുക്ക് ലേറ്റസ്റ്റ് ടെക്നോളജീസ് എല്ലാം തന്നെ ഫീച്ചേഴ്സും കേപ്പബിലിറ്റീസും എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐപാഡാണ് iPad Air M4 എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ സ്റ്റഡീസ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളൊരു iPad അന്വേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് iPhone 17e ലഭിക്കുന്ന 64,000 എന്ന് പറയുന്ന അതേ പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു അടിപൊളി iPad വെൽ കേപ്പബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ചും വീഡിയോ എഡിറ്റിങ്, ഓഡിയോ മിക്സിങ്, ഇതെല്ലാം വളരെ പ്രൊഫഷണലി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കേപ്പബിൾ ആയിട്ടുള്ള, നല്ല രീതിയിൽ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് M4 ഈ ഒരു iPad Air എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി കൺസിഡർ ബൈയിങ് ദിസ് iPad ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ വൺ. സോ ഇതെല്ലാമാണ് ഇന്നലെ റിലീസ് ചെയ്ത ആപ്പിളിൻ്റെ പുതിയ പ്രൊഡക്റ്റുകൾ. ഇന്നിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഓൾറെഡി ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ റിലീസ് ചെയ്തിട്ടുണ്ടാകും. അതിനെപ്പറ്റി നമ്മൾ നാളെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys in the next one. Until then, peace.